കാണാം. സോ ഐ റിയലി വിഷ് അനീഷേട്ടൻ ജയിക്കണമെന്ന്. പക്ഷെ എന്നാലും അനീഷേട്ടൻ ട്രോഫി പൊക്കിയിട്ടില്ലെങ്കിലും ആൾക്കാരുടെ മനസ്സിൽ വലിയൊരു ഇടം നേടി, വലിയൊരു സ്ഥാനം നേടി. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അക്ബറിനെ സപ്പോർട്ട് ചെയ്ത് ഈ പെട്ടെന്ന് എങ്ങനെ അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ഒരു ഓഡിയൻസ് എന്നുള്ള പെർസ്പെക്റ്റീവിൽ നോക്കിയ സമയത്ത് അവിടെ ആ ഒരു ഫൈനൽ ഫൈവിൽ ഏറ്റവും കൂടുതൽ ഡിസർവിംഗ് ആയി തോന്നിയത്, ഏറ്റവും അടിപൊളിയായിട്ട് ഗെയിം കളിച്ചത് എനിക്ക് പേഴ്സണലി തോന്നിയത് അനീഷേട്ടനാണ്. അക്ബർക്കും ഒട്ടും മോശം. അനുമോക്ക് വോട്ട് വാങ്ങിയും കൊടുക്കും, മാനിപ്പുലേറ്റ് ചെയ്ത് വോട്ടും ചെയ്യിപ്പിക്കും. അതുകൂടാതെ അനുമോക്ക് ഓൾറെഡി ഓർഗാനിക് ഓഡിയൻസും ഉണ്ട്. അതുകൂടാതെ ഇവർ വോട്ട് മറിക്കും ചെയ്യുന്നുള്ള വ്യക്തമായ ധാരണ ഈ വിനുവിന് ഉണ്ട്. ആൻഡ് ആ ഒരു റീസൺ കൊണ്ടാണ് അനുമോക്ക് വോട്ട് കൂടിയിട്ട് ജയിച്ചതാണ്. ഞാൻ ഇപ്പോഴും പറയും സത്യം. കാരണം നമുക്ക് ഈ പ്രാവശ്യം നഷ്ടമായത് കുറേ ആൾക്കാർക്ക്. ഇപ്പം അനുമോൾ ജയിച്ചതിൽ സന്തോഷമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാൻ ഒബ്വിയസ്ലി പറയാണ്, നമുക്ക് ഇപ്പോൾ ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള ഈ സീസണും കഴിഞ്ഞ സീസണും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിന്നറിനാണ് കപ്പ് കിട്ടാതെ പോയത്. ഇനി അടുത്ത ബിഗ് ബോസിലെങ്കിലും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ ജയിക്കണമെന്ന് ഞാൻ മനസ്സ് തട്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, റന ഫാത്തിമ പറയുന്നു ഈ സീസണിൽ ഡിസർവിംഗ് അല്ലാത്ത ഒരാൾക്ക് തന്നെയാണ് കപ്പ് നേടിയത് എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എല്ലാവരും പറയും ഈ പറയുന്ന റന ഫാത്തിമ, ബിന്നി, ശൈത്യ, അതോടൊപ്പം തന്നെ ബിൻസി, ഇവരൊക്കെ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ഇവർക്ക് എന്തോ അസൂയയാണ്, ഇവർ കിടന്ന് കരയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ വന്ന് കമന്റ് ബോക്സിൽ വന്ന് ഇവരെ ഡിഗ്രേഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവർ പറയുന്നതിൽ സത്യങ്ങളില്ലേ? ഇവർ പറയുന്നതിൽ സത്യങ്ങളുണ്ട്. റന ഇന്നലെ ഇട്ട ഒരു വീഡിയോ ആണ്. ആ വീഡിയോയ്ക്കകത്ത് റന വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന അനുമോളുടെ ഡബിൾ സ്റ്റാൻഡ്, അതോടൊപ്പം തന്നെ PR ആയിട്ടുള്ള ബിനു കളിച്ച കളികൾ എല്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നു. അതോടൊപ്പം തന്നെ ശൈത്യം വന്ന് പറയുന്നു അവർക്ക് കപ്പ് കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷനോ അതൊന്നും അല്ലാതെ അവർ കൃത്യമായിട്ട് പറയുകയാണ്, കപ്പ് കിട്ടേണ്ട ഒരു വ്യക്തിക്ക് കിട്ടാതെ PR വോട്ട് മറിച്ച് മറ്റൊരാളെ വിജയിപ്പിച്ചതിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ഓക്കെ, എന്തായാലും റന പറയുന്ന കാര്യങ്ങൾ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കേട്ടുപോകാം. നമുക്ക് കുറെ നല്ല ഫാൻസും നല്ല ഓഡിയൻസും ഉണ്ട്, നല്ല ഓർഗാനിക് ഓഡിയൻസും ഉണ്ട് നമുക്ക്. പക്ഷേ ഈ ഓർഗാനിക് ഓഡിയൻസിന് മനസ്സിലാവുന്നില്ല, ഈ ടോക്സിക് ഫാൻസിനെയും ടോക്സിക് PR-നെയും മനസ്സിലാവുന്നില്ല. അപ്പം അനുമോളെ ഓർഗാനിക് ഓഡിയൻസിന് ദേഷ്യം വരുന്നുണ്ട് PR എന്ന് പറയുന്ന സമയത്ത്, വിച്ച് ഇസ് വെരി ഒബ്വിയസ്. കാരണം ഇപ്പം അനുമോക്ക് 10K ഫോളോവേഴ്സ് ആണുള്ളതെന്ന് വിചാരിക്കും, 10K വോട്ട്സ് ആണുള്ളതെന്ന് വിചാരിക്കും ഫ്രം ഓർഗാനിക് ഓഡിയൻസ്. അനീഷേട്ടന് 15K മറ്റേ വോട്ട്സ് ആണുള്ളതെന്ന് വിചാരിക്കും ഫ്രം ഓർഗാനിക് ഓഡിയൻസ്. അപ്പോൾ അനീഷേട്ടന് 15K ആവുമ്പം അനുമോളെ PR എന്താക്കും, അതിലേക്ക് ഒരു 10K കൂടി വോട്ട് കൊടുക്കും. വോട്ട് മറിക്കുന്ന കാര്യങ്ങളൊക്കെ അനുമോളെ സ്വന്തം PR ആയിട്ടുള്ള വിനു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ വോട്ട് മറിക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് വലിയ അറിവുള്ള വിനു ആണെങ്കിൽ അനുമോക്ക് എന്തായാലും വോട്ട് മറിച്ചിട്ടുണ്ടാവല്ലോ, അത് വെരി ഒബ്വിയസ് ആണ്. അപ്പൊ അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ശരിയാണ്, വോട്ട് മറിച്ചിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന റെനയൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇവർ ഈ സത്യങ്ങൾ പറയാൻ വരുമ്പോഴത്തേന് ഇവരെ അടിച്ചങ്ങ് ഇരുത്തുകയാണ്. ഇവര് എന്താ പറയാ, കപ്പ് കിട്ടാത്തതിന്റെ അസൂയാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ അങ്ങ് അടിച്ചങ്ങ് ഇരുത്തും. സത്യത്തിൽ അതല്ല ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ വോട്ട് മറിച്ച കാര്യത്തെ കുറിച്ചാണ്. നിങ്ങൾ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തുകൊണ്ട് ഒന്ന് ഇറങ്ങ് പബ്ലിക്കിലേക്ക്. അവിടെ ജനങ്ങൾ എല്ലാവരും പറയുന്നു അനീഷാണ് വിജയിക്കേണ്ടത് എന്നാണ് എല്ലാവരും പറയുന്നത്. അതിൽ ഈ പറയുന്ന അനുവിനെ ഇഷ്ടപ്പെടുന്ന പഴയ ഫാൻസ് ഉണ്ട് കുറെ പേര്, ഈ സ്റ്റാർ മാജിക്കിലൂടെ ഒക്കെ ഇഷ്ടപ്പെട്ട കുറെ പേര്, അതോടൊപ്പം തന്നെ ബിഗ് ബോസിൽ വന്ന ഇഷ്ടപ്പെട്ട കുറെ ജെനുവിൻ ഫാൻസുകളുണ്ട്. അവരൊഴിച്ച് ബാക്കി ആരും അനുവിനെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന അനീഷായിരുന്നു വിജയിക്കേണ്ടതെന്ന്. അപ്പൊ ഈ പറയുന്ന റെന പറയുമ്പോൾ റെനയ്ക്ക് അസൂയാന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചങ്ങ് ഇരുത്താൻ നോക്കണ്ട. ബിന്നി കഴിഞ്ഞ ദിവസം വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ബിന്നിയും വന്നങ്ങോട്ട് അസൂയാണ്, കുശുമ്പാണ്, പിന്നെ ആ കൊച്ചിനെ അങ്ങോട്ട് സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുകയാണ്. പക്ഷെ ഇവർ പറയുന്നതിൽ കാര്യമുണ്ട്. PR വോട്ട് മറിച്ചിട്ടുണ്ട് കൃത്യമായിട്ടും. അത് ഈ പറയുന്ന ബിനുവിന് കൃത്യമായിട്ട് അറിയാം. കാരണം ഇവിടെ വിജയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇവൻ പറഞ്ഞു കഴിഞ്ഞു, അനുമോൾ ആ വിജയ് എന്ന് പറഞ്ഞു. അത് മാത്രമല്ല വിജയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തൊപ്പിയിൽ 3G എഴുതിക്കൊണ്ട് തൊപ്പി മൂഞ്ചി എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്റ്റാറ്റസ് ഇട്ട് ഇവൻ. അത് മാത്രമല്ല ഇവൻ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവൻ ഇന്റർവ്യൂവിൽ ഇവൻ പറയുന്നുണ്ടായിരുന്നു, ഇന്ന ആക്ക് ഇത്ര ഗ്രാഫ്, ഇത്ര ലെവൽ വരെയാണ് ഗ്രാഫ്, ആ ആഴ്ചയിൽ അവർ പോകണമായിരുന്നു, കഴിഞ്ഞ ആഴ്ച വെച്ച് അനീഷിന്റെ ഗ്രാഫ് ഇങ്ങനെയായിരുന്നു. ഇതൊക്കെ ഇവൻ എങ്ങനെ അറിയാം? അപ്പൊ ഇതൊക്കെ ചോർത്തി കൊടുക്കുന്ന ആൾക്കാർ ബിഗ് ബോസ് ടീമിന്റെ അകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന വിജയ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആ ഹോട്ട്സ്റ്റാറിന്റെ ആ ഒരു മാനേജിംഗ് ഡയറക്ടറോ ആ പുള്ളിക്കാരൻ വന്നിട്ട് എന്തായിരുന്നു പറഞ്ഞ ഒരു താടിക്കാരൻ, അതായത് PR ഒക്കെ വേണം, അവർ ജീവിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ പുള്ളിക്കാരൻ സംസാരിച്ചത്. അപ്പൊ ഇവിടെ വോട്ട് ചെയ്യുന്ന പ്രേക്ഷകർക്ക് എന്ത് വിലയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, റെന പറയുന്ന ബാക്കി കാര്യം കേട്ടോ. അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ 10K അനുമോളെ വോട്ട് ചെയ്ത ആൾക്കാർക്ക് വിഷമവും ഇതൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ഓർഗാനിക്കായി വോട്ട് ചെയ്താൽ നമ്മളെ അവർ PR എന്ന് വിളിക്കുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടാവും. പക്ഷേ ബാക്കി 10K ഒരാളെ ഓർഗാനിക്കായി വരാത്ത ഈ 10K വോട്ടിനെ പറ്റിയിട്ട് ആരും അറിയുന്നില്ല. അതാണ് ഞാൻ പറയാനും കൺവേ ചെയ്യാനും ശ്രമിക്കുന്ന ഒരു കാര്യം. 1000 വോട്ട് ബൾക്കായിട്ട് ചെയ്യിപ്പിക്കാം. കാരണം അവർക്ക് കുറച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 1000 വോട്ടോ 2000 വോട്ടോ അത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടോ, അതൊരു വർക്കാണ്. ആക്ച്വലി അത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ നമുക്ക് 2000 3000 വോട്ടൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. വാങ്ങാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കുറച്ച് കമ്പനീസ് ഉണ്ട് അങ്ങനത്തെ. അപ്പം അതല്ല അതിന്റെ മുകളിൽ നമുക്ക് ലക്ഷക്കണക്കിന് വോട്ടുകളും ക്യാൻവാസ് ചെയ്യാനും ഒരാളെ പിടിച്ച് പുറത്താക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. ഏജൻസീസിന് പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കാര്യം, അനുമോള് ആ വീട്ടിൽ പറയുന്നതേ കുറെ കള്ളത്തങ്ങളാണ്. അതും എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. ഞാൻ ഒന്നും തെളിവില്ലാതെ ഞാൻ ഇരിക്കല്ല. തെളിവില്ലാതെ ഞാൻ ഇരിക്കല്ല.
പറയുന്നത് കളത്താണ്. അപ്പോൾ മൂപ്പർ ഓൾറെഡി എക്സ്പോസ് ചെയ്യുന്നുണ്ട് ഈ വോട്ട് ക്യാൻവാസ് ചെയ്യുന്നതും വോട്ട് മറിക്കുന്നതിനെയൊക്കെ പറ്റിയിട്ട് ഓൾറെഡി പറയുന്നുണ്ട്. എന്നിട്ട് പോലും ആൾക്കാർ അത് മൈൻഡ് ആക്കുന്നില്ല. അതൊന്നും കാണില്ല. അതൊക്കെ എന്ത് ഈ ആ സമയത്തൊന്നും അനുമോളെ PR അല്ലെങ്കിൽ അനുമോളെ ഫാൻസോ അതിനൊന്നും ഒരു കമൻറ്റും ഉണ്ടാവില്ല. അവരൊക്കെ ആ സമയത്ത് ലൈക്ക് സത്യങ്ങൾ റിവീൽ ചെയ്യുമ്പോൾ അവർ സൈലന്റ് ആവും. പക്ഷേ ആരെങ്കിലും സത്യങ്ങൾ റിവീൽ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവർ അറ്റാക്ക് ചെയ്യാൻ പോകും. എസ്പെഷ്യലി എനിക്ക് കൂടുതൽ അറ്റാക്ക് കിട്ടുന്ന ഞാൻ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റും കൂടിയായിട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനൊരു കണ്ടസ്റ്റന്റ് അല്ല ഓഡിയൻസ് ചെയ്തെങ്കിൽ എനിക്ക് കുറച്ചും കൂടിയും വ്യക്തമായിട്ടും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടും സംസാരിക്കാൻ പറ്റിയിരുന്നത്. പക്ഷേ എനിക്ക് ഇന്ത്യയിലായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിലും അനുമോള് നമ്മളൊരു കോ കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതിനുള്ള റെസ്പെക്ട് നമ്മൾ എന്തായാലും കൊടുക്കണം. റെന പറഞ്ഞത് ശരിയാണ്. റെന ഒരു കണ്ടസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കോ കണ്ടസ്റ്റന്റിന് ഒരു റെസ്പെക്ട് ഒക്കെ കൊടുക്കണം. പക്ഷെങ്കിൽ ഇതുപോലെ ഒരു കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടും കള്ളങ്ങൾ മെനഞ്ഞും PR-ന് കാശ് കൊടുത്തും വിജയിക്കുന്നതിനോട് ഒരു താല്പര്യമില്ല. പിന്നെ ഈ റെന പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ഓഡിയൻസ് ആയിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ ഞാൻ പ്രതികരിച്ചേനെന്ന്. റെനയല്ല, ഒത്തിരിയും പേര് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ അന്തം ഫാൻസുകൾ ഈ പറയുന്ന അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഓക്കെ, പിന്നെ ഈ PR കൊടുത്തിട്ട് വിജയിച്ചിട്ടും ആ കപ്പെടുത്ത് എവിടെ കൊണ്ടുവച്ചെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ജനഹൃദയങ്ങളിൽ എപ്പോഴും അനീഷ് തന്നെ ആയിരിക്കും. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കണ്ടുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ബാക്കി പറയും. ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എങ്കിൽ പോലും സത്യങ്ങൾ എന്തായാലും ഞാൻ പറയാം, അതൊരു ലിമിറ്റേഷനില്ല, ഒരു ഇതുമില്ല. അറ്റ്ലീസ്റ്റ് ഇത് ആൾക്കാർ കാണുന്നു. കാരണം ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ റീൽസിലായിട്ട് വരുന്ന സമയത്ത് അതിനുള്ള വ്യൂസ് റീച്ച് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. പക്ഷേ നേരെ മറിച്ച് അനുമോളെ വെളുപ്പിക്കുന്ന റീൽസിനൊക്കെ ഭയങ്കര വ്യൂസും ഭയങ്കര റീച്ചുമാണ്. അതിനൊക്കെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇങ്ങനെ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ അല്ലെങ്കിൽ വോട്ട് മറിക്കാൻ അറിയുന്ന ഒരാളാണ് അനുമോളെ PR ആയിട്ടുള്ള വിനു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഭയങ്കര കോൺഫിഡൻസോടാണ് പറയുന്നത് അനുമോള് ജയിക്കും. അതും റീ എൻട്രി വന്നതിന് ശേഷമല്ല അവർ കോൺഫിഡൻസോടെ പറയുന്നത്. ഈ റീ എൻട്രിയും അനുമോളെ ജയിക്കാൻ ഒരു പ്രധാന കാരണമായിട്ടുണ്ട്. അത് ഇവരൊരു കച്ചിത്തുരുമ്പായി എടുത്തിട്ട് ലൈക്ക് റീ എൻട്രി വന്നതുകൊണ്ടാണ് അനുമോൾ ജയിച്ചത് എന്നുള്ളൊരു റീസൺ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ മുന്നേ അനുമോളെ PR ആയിട്ടുള്ള ഈ വിനും അനുമോളെ ടോക്സിക് ആർമിയും വാട്ട് എവർ ഇറ്റ് ഈസ് ഫാൻസും എല്ലാവരും പറയുന്നുണ്ട് അനുമോളോട് ജയിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരാൾ അത്രയും കോൺഫിഡൻസോടെ പറയുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഒബ്വിയസ് ആണ് ദാറ്റ് അനുമോൾ ജയിക്കും. അനുമോൾ എത്ര ഡേർട്ടി ഗെയിം കളിച്ചാലും ഒരു കുഴപ്പമില്ല. അനുമോൾ കണ്ടന്റ് തരുന്നുണ്ട്. അപ്പം അത്ര ഡേർട്ടി എന്ത് കണ്ടന്റ് ആയാലും കുഴപ്പമില്ല. കണ്ടന്റാണ്, റീച്ചാണ്. ആ റീച്ച് വെച്ചിട്ട് അവർ വെളുപ്പിച്ചിട്ട് അനുമോൾക്ക് വോട്ട് വാങ്ങിയും കൊടുക്കും, മാനിപ്പുലേറ്റ് ചെയ്ത് വോട്ടും ചെയ്യിപ്പിക്കും. അതുകൂടാതെ അനുമോൾക്ക് ഓൾറെഡി ഓർഗാനിക് ഓഡിയൻസും ഉണ്ട്. അതുകൂടാതെ ഇവർ വോട്ട് മറിക്കും ചെയ്യുന്നുള്ള വ്യക്തമായ ധാരണ ഈ വിനുവിന് ഉണ്ട്. അതെ, വ്യക്തമായ ധാരണ ഈ പറയുന്ന വിനുവിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൻ പറഞ്ഞത് ഈ പറയുന്ന ലാലേട്ടൻ കൈവെക്കുന്നത് അനുവിന്റെ ആയിരിക്കും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവന് വ്യക്തമായ ധാരണയുണ്ട്. അവൻ PR എടുത്തിട്ടുള്ള ആരും തോറ്റിട്ടില്ലെന്ന് അവന് കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ സീസണിൽ ജിൻഡോ, ഈ സീസണിൽ അനുമോള്, ഈ സീസണിൽ എന്തോ ഏതാണ്ട് അങ്ങ് സർവൈവ് ചെയ്തു എന്നൊക്കെയാണ് ഈ പറയുന്ന അനുമോളെ കുറിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ജാസ്മിനെതിരെ എന്തൊക്കെ അലിഗേഷനാണ് വന്നത്. ബിഗ് ബോസ് വീടിന്റെ അകത്തും പുറത്തൊക്കെ എന്ത് സൈബർ അറ്റാക്ക്, വീടിന്റെ ഉള്ളിലാണെങ്കിൽ വൃത്തിയില്ലാത്ത കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് അറ്റാക്ക് ചെയ്തു. പിന്നെ എന്തൊക്കെയായിരുന്നു കൊച്ചിനെ പറഞ്ഞ് അറ്റാക്ക് ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു ശകലം പോലും ഈ പറയുന്ന അനുമോള് അനുഭവിച്ചിട്ടില്ല. അനുമോള് പറഞ്ഞ കാര്യങ്ങൾക്കും അനുമോള് മറ്റുള്ളവരുടെ മുകളിൽ ചുമത്തിയ കാര്യങ്ങൾക്കുമാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. അപ്പൊ അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റേ ജാസ്മിൻ അങ്ങനെ അല്ലായിരുന്നു. ജാസ്മിനെതിരെ വൃത്തിയില്ലായ്മയും അതും ഇതും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അറ്റാക്ക്. അപ്പോഴും ഈ പറയുന്ന PR തന്നെയായിരുന്നു ഈ പറയുന്ന ജാസ്മിനെ അറ്റാക്ക് ചെയ്തത്, അല്ലേ? അതെ, ഇപ്പോഴും പറയും സത്യം. കാരണം നമുക്ക് ഇപ്രാവശ്യം നഷ്ടമായി കുറേ ആൾക്കാർക്ക്. ഇപ്പം അനുമോൾ ചേച്ചിയിൽ സന്തോഷമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാൻ ഒബ്വിയസ്ലി പറയാണ്, നമുക്ക് ഇപ്പോൾ ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള ഈ സീസണും കഴിഞ്ഞ സീസണും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിന്നറിനാണ് കപ്പ് കിട്ടാതെ പോയത്. ഇനി അടുത്ത ബിഗ് ബോസിലെങ്കിലും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ ജയിക്കണമെന്ന് ഞാൻ മനസ്സ് തട്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം കാരണം ഈ PR-ലാണ് ഈ ബിഗ് ബോസ് എന്ന ഗെയിം ഷോ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ മീൻ നശിക്കല്ല, ഗെറ്റിൻ്റെ എന്താ പറയുക ഹൈപ്പ് ആൻഡ് എവറിത്തിങ്. ബിഗ് ബോസ് ഓരോ സീസൺ കൂടുമ്പോഴും ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ PR എന്ന് കൊണ്ടൊരു റീസൺ കാരണം ഒരുപാട് കണ്ടസ്റ്റൻസിന്റെ ജീവിതം നശിക്കുന്നുണ്ട്, കുറേ നെഗറ്റീവ് വരുന്നുണ്ട്. ഈ PR-നെ അറ്റാക്ക് ചെയ്യാതെ അവർ കളിക്കുന്നത് പൊളിറ്റിക്കലി കറക്റ്റായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് ഡേർട്ടി ആയിട്ട് കളിക്കുന്ന ആൾക്ക് ഡേർട്ടി ആയിട്ട് സംസാരിക്കും, ഒരാളെ ലൈഫ് വെച്ച് പറയും, ഒരാളെ ഫേക്ക് അലിഗേഷൻസ് വെച്ച് തളർത്തുകയും ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും അക്സെപ്റ്റൻസും സത്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ അവർ ഡിഗ്രേഡ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ കാരണം കുറേ ആൾക്കാർ ഭയങ്കര സൈബർ ബുള്ളിങ് നേരിടുന്നുണ്ട്. ഇപ്പം എനിക്കും വരുന്നുണ്ട്, പക്ഷേ ഞാൻ അത് കെയർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ധൈര്യം കാണിച്ചത്. കേട്ടല്ലോ, ഇനിയാണ് റെന കാണിക്കുന്നത് ആ ഒരു വീഡിയോ. അതായത് PR മേടിച്ച വിനുവിന്റെ സംസാരം. വിനു അങ്ങ് വെളുപ്പിക്കലും കാര്യങ്ങളുമാണ്. പക്ഷെ സത്യങ്ങൾ പുള്ളിയുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓക്കെ, അത് കേക്ക്. അടുത്തത് 50,000 രൂപ കാര്യങ്ങൾ വാങ്ങിച്ച് പണിയെടുക്കും. 50,000 രൂപ PR ചെയ്താൽ വിജയിക്കുമോ? ഞാൻ നിങ്ങൾ മീഡിയസ് ആണ്, നിങ്ങൾക്കൊരു വർക്ക് തരുന്നു, 16 ലക്ഷം വർക്ക് തരും, ഞാൻ 33 ഇത് തന്നെയാണ് ബേസിക്കലി. ഇതെല്ലാം ഒരു ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ഓക്കെ, ആൾ തന്നെ സത്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആൾക്കാരൊന്നും ബോധർ ചെയ്യുന്നില്ല. ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ 50,000 രൂപയ്ക്ക് PR ചെയ്താൽ ആരെങ്കിലും ജയിക്കുമെന്ന് ഷൈത്ത് തന്നെ പറയുന്നുണ്ട്. ഷൈത്ത് 1.5 ലക്ഷം കൊടുത്തിട്ട് അവിടെ 35 days ആണ് നിന്നത്. അപ്പോൾ അനുമോൾ അവിടെ 100. ഒബ്വിയസ്ലി അനുമോൾ ചീപ്പായിട്ട് കളിക്കുകയാണെങ്കിൽ എന്തായാലും അനുമോൾ ഇഷ്ടംപോലെ കണ്ടന്റ് എടുത്തിട്ടുണ്ട്. ആ ഷോന്റെ TRP-ൽ അനുമോൾക്ക് നല്ലൊരു TRP കൂടാൻ വേണ്ടിയിട്ട് അനുമോൾ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ഡേറ്റി ഗെയിം ആൻഡ് മറ്റേ ഒറ്റക്ക് ഇരിക്കുന്ന സ്ട്രാറ്റജി, പിന്നെ കുറേ സിമ്പതി, കുറേ കരച്ചിൽ, ഇതൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. കുറേ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നതും കുറേ കാര്യങ്ങൾ വർക്കൗട്ട് ആയിട്ട് തന്നെ ഉണ്ട്. സോ ഹി ഈസ് ബേസിക്കലി സെയിം ദാറ്റ് 50,000 രൂപ PR തന്നാൽ നമുക്ക് ഒരാളെ ജയിപ്പിക്കാൻ പറ്റുമോ, അത് ലൈക്ക് അത് ആ ഒരു എമൗണ്ട് എന്താ അർത്ഥമാണ് ആ രീതിക്കാണ് സംസാരിക്കുന്നത്. സോ ഷൈത്തിൻ്റെ അടുത്തൊന്നും 35 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് 1.5 ലക്ഷം
വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ 100 days നിന്ന് കപ്പ് ഉയർത്താൻ വേണ്ടിയിട്ട് പിന്നെ എത്ര എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ടാവും? അല്ലാതെ ഇത്രയും ഇതൊക്കെ സ്നേഹത്തിന്റെ പുറത്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ പറയാ, ഇവർ തമ്മിൽ ഭയങ്കര ക്ലോസ് തിക് ഫ്രണ്ട്സ്. ഇത് തന്നെ ഞങ്ങളും പറഞ്ഞത്. ഇതൊക്കെ സ്നേഹത്തിന്റെ പുറത്താണോ? ഒരാഴ്ച നിൽക്കാൻ ആ ശൈത്യയുടെ കയ്യിൽ നിന്ന് അത്രയും മേടിച്ചിട്ടുണ്ടെങ്കിൽ 100 ദിവസം നിൽക്കാൻ പോകുന്ന അനുമോടെ കയ്യിൽ നിന്ന് ചില്ലറ കാശൊന്നും അല്ലായിരിക്കും മേടിക്കാൻ പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇത് തന്നെയാണ് ഇവിടെ റെനയും ചോദിക്കുന്നത്. അല്ല, ഇതൊക്കെ സ്നേഹത്തിന്റെ പുറത്ത് ആരെങ്കിലും ചെയ്യുമോ? പ്രത്യേകിച്ച് പൈസയുടെ കാര്യത്തിൽ. ഓക്കെ, ബാക്കി തിങ്സ് ഇത്രയും തിക് ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ ഫ്രണ്ട്സ് ചെയ്യുന്ന കാര്യങ്ങൾ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെടുന്നു. ഡെഫിനറ്റ്ലി ഇതൊക്കെ പൈസ വെച്ചിട്ടുള്ള കളി തന്നെയാണ്. പിന്നെ ഇവരെ ഭാഗത്തുനിന്ന് തന്നെ കുറേ കള്ളത്തരങ്ങൾ വരുന്നുണ്ട്. കള്ളത്തരം നമ്പർ 1 ഞാൻ കാണിച്ചു തരാം. വിനു അനുമോളെ PR ആണെന്ന് ഇപ്പൊ നമുക്ക് ആൾക്കാർക്ക് മനസ്സിലായി. പക്ഷേ എന്നെ മുന്നേ വിനു പറഞ്ഞത് എന്താ? ഞാൻ അനുമോളുടെ PR അല്ല. ഓക്കെ, പക്ഷേ ഇതിൽ ഞാൻ ഇത് കാണുന്ന പബ്ലിക്കിന് ചിലപ്പോൾ ഇത് അറിയത്തില്ലായിരിക്കും. ഓക്കെ, ഞാൻ ചെയ്യുന്ന വർക്കിന്റെ പേരാണ് ORM. സോ അതിന് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. അപ്പോൾ ഈ വ്യക്തി എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചാൽ PR വർക്ക് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങളാണെന്ന് എല്ലാവരും വിളിക്കുന്നത്. കാരണം മുമ്പത്തെ സീസണിലെ ആൾക്കാരെ വിളിച്ച് പറയുന്നുണ്ട് PR വർക്ക് ഇല്ലാതെ സർവേ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു PR വർക്കൊക്കെ ചെയ്യാണെങ്കിൽ നല്ല കാശ് വേണം. അനുമോൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ല. അത് ഞാൻ വേണമെങ്കിൽ അനുമോളുടെ ഫാമിലി അനുമോളുടെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരെ തരാൻ റെഡിയാണ്. കാരണം അനുമോളുടെ സാമ്പത്തിക ശേഷി PR ഞാൻ പറഞ്ഞു PR ആവശ്യമില്ല. അതിന് ഫാൻ ബേസ് എല്ലാം ഉണ്ട്. പിന്നെ അനുമോൾക്ക് പറഞ്ഞ പേജ് അതെല്ലാം ഈ സ്റ്റാർ മാജിക് ടൈമിൽ തൊട്ടേ ഉണ്ട് അനുമോൾക്ക്. അപ്പോൾ അനുമോൾക്ക് അങ്ങനെ കാശ് മുടക്കിയുള്ള PR വർക്കിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അതിന് ശേഷം അനുമോൾ പറഞ്ഞതാണ് 100 ദിവസം നിന്നവർക്ക് പോലും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. ഞാൻ കുക്ക് ചെയ്തില്ല, എനിക്ക് കുക്കി അറിയില്ല. അറിയാം. പിന്നെ കാണിച്ചു തരാം. വെയിറ്റ്, ഞാൻ PR പറ്റിയിട്ടല്ലേ. ഓക്കെ, എത്ര പൈസ കൊടുത്തു? PR ചെയ്തിട്ടില്ല, PR ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ അനുമോളാണ് PR വേണ്ടിയിട്ട് 1 ലക്ഷം സ്പെൻഡ് ചെയ്ത് എന്ന് അനുമോൾ വായന വീണത് കേട്ടോ. അത് നിങ്ങൾ കാണണ്ടോ? ഓക്കെ, നിങ്ങൾ തെളിവ് വേണം അനുമോൾ PR ചെയ്ത തെളിവ് വേണം എന്നൊക്കെ നിങ്ങൾ പറയുന്നത്. സോ അത് ഞാൻ കാണിച്ചതാണ്. ഒരിക്കലും. കാരണം ഞാൻ പിശിക്കാണ്. 16 ലക്ഷത്തിന് 15 ലക്ഷം എന്നൊക്കെ ആയിട്ട് ഞാൻ ബാക്കി 14 ലക്ഷത്തി സംതിങ് തിരിച്ചു വാങ്ങും. PR ഉണ്ട്. അതിനിപ്പോ എനിക്ക് പറയുന്ന ഒരു പ്രശ്നമില്ല. PR വർക്കൊന്നും അനുവിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല. PR ഉണ്ട്. 1 ലക്ഷം. ഇതിനൊന്നൊരു റിപ്ലൈ തരാത്ത പ്ലീസ് ഐ ആസ്കിംഗ് ടു അനുമോളെ ഫാൻസ് ആൻഡ് PR ചെയ്യുന്ന ആൾക്കാർ. നിങ്ങൾക്ക് ഇതിനൊരു റിപ്ലൈ തരാത്ത പ്ലീസ് ഐ ആസ്കിംഗ് ടു അനുമോളെ ഫാൻസ് ആൻഡ് PR ചെയ്യുന്ന ആൾക്കാർ. നിങ്ങൾക്ക് ഇതിനൊരു റിപ്ലൈ ഇല്ലേ? അനുമോൾ പറയുന്നത് ഫസ്റ്റ് അനുമോൾ പറഞ്ഞത് എന്തെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോഴും ഇവിടെ പറയുന്നത് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നത് മൈക്കിട്ട് ഞാൻ പറയുന്നത് ഞാൻ കൊടുത്തിട്ടില്ല. ഒന്നും കൊടുത്തിട്ടില്ല. ഒന്നും ഞാൻ പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. എനിക്ക് ഞാൻ കൊടുത്തിട്ടില്ല. ഓക്കെ, അത്രയും ദൈവവിശ്വാസിയായിട്ടുള്ള അനുമോള് ദൈവത്തിന് പിടിച്ചു വരെ സത്യമിട്ട് ഞാൻ PR കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ആർക്കും മറുപടി കാണത്തില്ല. കാരണം ഒരു സൈഡിൽ പറയുന്നു PR ഇല്ലെന്ന് പറയുന്നു, ഒരു സൈഡിൽ പറയുന്നു ഉണ്ടെന്ന് പറയുന്നു, അച്ഛൻ പറയുന്നു ഇല്ല, ചേച്ചി പറയുന്നു ഇല്ല, ഞങ്ങൾ ഒരു പൈസയും കൊടുത്തിട്ടില്ല. അനുമോൾ ആദ്യം ദൈവത്തെ പിടിച്ച് സത്യം ചെയ്ത് പറയുന്നത് എനിക്കില്ല എന്ന്. പിന്നെ പറയുന്നു PR ചേട്ടൻ പറയുന്നു അവക്കില്ല എന്ന്, അത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ ഇന്റർവ്യൂ വന്നിട്ട് പറയുന്നു ഉണ്ടെന്ന്. ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് പറയുന്നു ഇല്ലെന്ന്. 1 ലക്ഷം കൊടുത്തെന്ന് പറയുന്നു, 50,000 കൊടുത്തെന്ന് പറയുന്നു. അപ്പോഴത്തേന് വിനു 11,111 രൂപയുടെ കണക്ക് എടുത്ത് കാണിക്കുന്നു. എന്താണല്ലേ, ആരാ പൊട്ടന്മാരായത്? അത്രേ ഉള്ളൂ. പിടിച്ചു വരെ സത്യമിട്ട് ഞാൻ PR കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ലാലേട്ടൻ വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അനുമോളോട് PR ഉണ്ടോ ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഇതിൽ ഏതാ വിശ്വസിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. റെനെ, ഇതിലൊന്നും വിശ്വസിക്കേണ്ട, അതാ സത്യം. ഇവര് ജയിക്കാൻ വേണ്ടി പലതും പറഞ്ഞു ഒപ്പിക്കുന്നതാണ്. പിന്നെ PR ഇല്ല എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾക്കെതിരെ വരുന്നതും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വരുന്നതുമായിട്ടുള്ള കമന്റുകളും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെയുള്ള അറ്റാക്കിംഗ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ അനുമോക്കെതിരെ വീഡിയോ ഇടുന്ന വീഡിയോകളൊന്നും നല്ല റീച്ചിൽ പോകത്തില്ല. അതൊക്കെ ഇവന്മാരുടെ തന്ത്രങ്ങളാണ്. എന്തൊക്കെ തന്ത്രം കാണിച്ചാലും സത്യങ്ങളെ മൂടി വെക്കാൻ കഴിയില്ല. അതാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് PR എന്നുള്ളത്. പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു അനീഷ് തന്നെയാണ് റിയൽ വിന്നർ എന്ന്. അനീഷ് ആയിരുന്നു വിൻ ആകേണ്ടതെന്നാണ് പറയുന്നത്. അനുമോൾക്ക് ഒട്ടും ഡിസർവിങ് അല്ല. അനുമോൾ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടന്റുകൾ ഒന്നും ഒരു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകളല്ല. അതായത് ഒരാൾക്കെതിരെ ഫേക്ക് അലിഗേഷൻ വെക്കുക, ഒരാൾക്കെതിരെ വ്യക്തിഹത്യ ചെയ്യുക, പിന്നെ ഈ ഭക്ഷണത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ കണ്ടന്റുകൾ, പിന്നെ പോയിരുന്ന് ഒറ്റപ്പെട്ടിരുന്നിട്ട് കരച്ചില്, പിന്നെ ഇപ്പൊ PR-ന്റെ ബഹളമായിരുന്നു ലാസ്റ്റ് കണ്ടത്. പിന്നെ ഈ പറയുന്ന ശൈത്യയുടെയും ബിൻസിയുമായി ബന്ധപ്പെട്ട കാര്യം, അതായത് അപ്പാനി ശരത്തിനെ ബിൻസി ഒരു ഉമ്മ വെച്ചു, പിന്നെ ഒരു ഡ്രസ്സ് ഇട്ടോണ്ട് വന്ന ആ ഒരു കാര്യമായിരുന്നു ഈ പറയുന്ന ബിൻസിയൊക്കെ വന്ന് ചോദ്യം ചെയ്തത്. എന്നാൽ ഈ പറയുന്ന അഭിലാഷിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന അനുമോള്. അപ്പൊ അതൊന്നും വിഷയമില്ല. അനുമോൾ ചെയ്യുന്ന കാര്യത്തിലൊന്നും ഒരു വിഷയവുമില്ല. പിന്നെ അനീഷിന്റെ മുമ്പിൽ പോയി പ്ലെയിങ് കിസ് കൊടുത്തു, ലവ് ചിഹ്നം കാണിച്ചു, അനീഷിന്റെ മനസ്സിളക്കി. അപ്പൊ അതൊന്നും പ്രേക്ഷകർക്ക് അങ്ങ് ഇഷ്ടപ്പെടും, അതൊന്നും വിഷയമില്ല. പക്ഷെ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ ഈ ബിഗ് ബോസിന്റെ TRPക്ക് വേണ്ടി പോയി കളിച്ചു എന്നൊക്കെയാണ് ആദില നൂറയോടൊക്കെ പോയി പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്തെങ്കിലും ഒരു പണി എടുക്കണ്ടേ?
അവർക്ക് എന്തെങ്കിലും കണ്ടന്റ് ഞാൻ കൊടുക്കട്ടെ. എനിക്ക് ഇത്രയും പൈസ തന്നെ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കാനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കി അവിടെയുള്ള വ്യക്തികളെയൊക്കെ നാണം കെടുത്തി എന്നല്ലാതെ എന്ത് പ്രയോജനമാണ്? പിന്നെ ഇപ്പം ഈ പറയുന്ന PR വാങ്ങിക്കൊടുത്ത ഒരു കപ്പുമായിട്ട് വീട്ടിലിരിപ്പുണ്ട്. ഇനി എന്തൊക്കെ നടക്കും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ജനഹൃദയങ്ങളിൽ കയറുന്നത് പോലെ അല്ല ഒരു കപ്പ് മേടിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ റിയൽ വിന്നർ എന്ന് പറയുന്നത് അനീഷ് തന്നെയാണ്, അതിലൊരു മാറ്റവുമില്ല. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റായും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും